നീറ്റ് പരീക്ഷാ വിവാദം രാജ്യം മുഴുവൻ കത്തുമ്പോൾ അതിന്റെ അഴിമതി കഥകൾ ചെന്നു നിൽക്കുന്നത് ബി.ജെ.പി. നേതാക്കളുടെ പടിവാതിൽക്കലാണ്. ജയ്പൂരിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ബി.ജെ.പി. സർക്കാരിനെയും അവരുടെ യുവജന വിഭാഗത്തെയും പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കേണ്ട പരീക്ഷകളെ വെറും പണമിടപാടാക്കി മാറ്റിയ ഒരു മാഫിയ ഭരണകൂടത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥയാണിത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ യുവമോർച്ച നേതാവ് ദിനേശ് ബിവാളയെയും സഹോദരനെയും CBI കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ബി.ജെ.പി. MLA-മാരുമായും ഉന്നത നേതാക്കളുമായും അടുത്ത ബന്ധമുള്ളയാളാണ് അറസ്റ്റിലായ ദിനേശ് ബിവാൾ. 15 ലക്ഷം രൂപ നൽകി പരീക്ഷയ്ക്ക് 4 ദിവസം മുൻപേ ഇവർ ചോദ്യപേപ്പർ സ്വന്തമാക്കി. പാവപ്പെട്ട വിദ്യാർത്ഥികൾ കടം വാങ്ങി ഉറക്കമിളച്ച് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അധികാരത്തിന്റെ തണലിൽ ചോദ്യപേപ്പർ വിലയ്ക്ക് വാങ്ങുന്ന ബി.ജെ.പി. രാഷ്ട്രീയമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ബിവാളിന്റെ കുടുംബത്തിലെ 4 പേർ കഴിഞ്ഞ വർഷം പരീക്ഷ പാസ്സായതും ഇതേ രീതിയിലാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത് തുടങ്ങി ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പരീക്ഷാ തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. അധികാരം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുവെന്നതും ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ചൂടുള്ള വാർത്ത തന്നെയാണ്. ऑर्गेनाइज गैंग होती वो ये काम कर सकती. किस प्रकार हम इस पेपर को कैसे पहुंचाएं लोगों तक, कैसे पहुंचाएं, ये तमाम जो है डिपेंड करता है कि वो कितने एक्सपर्ट लोग हैं अपने हुनर के अंदर, वो ये काम कर रहे हैं. അതേസമയം ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ്. 2014 മുതൽ, നേരെ പറഞ്ഞാൽ അധികാരത്തിലേറിയതു മുതൽ രാജ്യത്ത് 93 തവണയാണ് പരീക്ഷാ പേപ്പറുകൾ ചോർന്നത്. അതായത് 10 വർഷത്തിനിടെ 6 കോടിയോളം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഈ സർക്കാർ തകർത്തത്. 10-15 പേരെ അറസ്റ്റ് ചെയ്ത് കേസ് ഒതുക്കി തീർക്കുന്ന CBI നാടകം ഇനി വില പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പ്രതികൾ ജാമ്യത്തിലിറങ്ങി അടുത്ത വർഷം തട്ടിപ്പ് തുടരുന്ന രീതിയാണ് ഇവിടെയുള്ളത്. ഒരു തലമുറയുടെ സ്വപ്നങ്ങളെയാണ് ബി.ജെ.പി. ഭരണം ഇല്ലാതാക്കുന്നത്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നീതി ലഭിക്കണമെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്ന് കെജ്രിവാൾ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ അവകാശങ്ങൾക്കായി ജൻസി യുവത ശബ്ദമുയർത്തേണ്ട സമയമാണിത്. പരീക്ഷാ തട്ടിപ്പ് സംവിധാനം പോലും നേരെയാക്കാൻ കഴിയാത്തവർക്ക് ഭരണത്തിൽ തുടരാൻ എന്തർഹതയാണുള്ളത്? അഴിമതിയുടെ കറപുരണ്ട ഈ ഭരണകൂടത്തിനെതിരെ ചിന്തിക്കുക. നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണോ? കെജ്രിവാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ചോദ്യമാവാൻ കഴിയും. രാജ്യത്തിന്റെ കാവലാളുകൾ തന്നെ നാളെയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചൂതാട്ടം നടത്തുമ്പോൾ വേലി തന്നെ വിളവ് തിന്നുകയല്ലേ? ഇതിനെതിരെ ഉയരേണ്ടതും കെജ്രിവാൾ പറഞ്ഞതുപോലെ അവരുടെ ശബ്ദം തന്നെയാണ്.